ഫേസ്ബുക്കിൽ കോപ്പറേറ്റ് ഇട്ടും യൂട്യൂബിലും കോപ്പറേറ്റ് ഇട്ടും. അപ്പോൾ ഹലോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. എന്നോട് ഈ അടുത്തായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സുജോതിന്റെ ഒരു വീഡിയോ തന്നെ 3 പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പല ടൈപ്പായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസിന് മാറ്റമൊന്നുമില്ല, പക്ഷെ വീഡിയോസിലെ ടൂണിന് ചേഞ്ച് ഉണ്ട്. ഫേസ്ബുക്കിലാവുമ്പോൾ ചിലപ്പോൾ ചിലതൊന്നും മാച്ച് ആവാത്ത ടൂണൊക്കെയാണ് സുജോതി ചെയ്യുന്നതാണ് എല്ലാവർക്കും പറയുന്നത്. പക്ഷെ യൂട്യൂബിൽ ഞാൻ ഒരു ടൂണോ ഒന്നും ആഡ് ചെയ്യാണ്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കഴിയുന്നത് അങ്ങനെ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള കാരണം ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ആണ്. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്ന പോലെ 3 ടൈപ്പായിട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാമിൽ ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമുക്കതിനകത്ത് എന്താണോ ഫീല് കൊണ്ടുവരാൻ പറ്റുന്നത് ആ രീതിയിലുള്ള ടൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എനിക്കത് ചിലതൊക്കെ കുറച്ച് ഫീൽ ആയിട്ടൊക്കെ തോന്നും. അപ്പൊ ഇൻസ്റ്റാമിൽ ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചതും ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫോളോ ചെയ്താക്കുന്നവരാണ് എടുത്ത് മെയിനായിട്ട് പറഞ്ഞാക്കുന്നത്. ചിലവർക്ക് ഇത് യൂട്യൂബിലുള്ളവർ ചിലവർ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവില്ല, അതുപോലെ ഫേസ്ബുക്കിലുള്ള പലരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എന്നോട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എന്താണോ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോന്റെ ഒരു എഫക്ട് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കാര്യം മനസ്സിലാവും. പക്ഷെ എനിക്ക് പറയാനുള്ളതും, എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നാൻ കാരണം വേറെ ഒന്നല്ല. എൻ്റെ ഈ 3 പ്ലാറ്റ്ഫോമിലും എന്നെ ഫോളോ ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന ഞാൻ ശരിക്കും പറഞ്ഞ നേരിട്ട് കണ്ടിട്ടില്ല അവരെ. ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഈ കമന്റിലൂടെയൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ പറയുന്ന ഓരോ മെസ്സേജിലൂടെ ഞാൻ ഈ പറയുന്നത്. നമ്മളിപ്പോ നമ്മളിപ്പോ കൂടുതലുള്ളവരൊന്നും അങ്ങനെ നമുക്ക് പറഞ്ഞു തരില്ല. കൂടുതൽ കുറെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുള്ളൂ നമുക്ക്. വേറെ അല്ലാണ്ട് നീ അത് ചെയ്ത് ശരിയായില്ല, നിനക്കത് ഇങ്ങനെ എടുക്കായിരുന്നു, നിനക്ക് അങ്ങനെ ചെയ്യായിരുന്നു, അതേപോലെ കാണിക്കായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് വേറെ പണിയില്ല എന്നൊക്കെ ചോദിക്കുന്നതാണ് നമുക്ക് അതിന് അടുത്തറിയാവുന്നവര്. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കമന്റും നമുക്ക് ചില മെസ്സേജസും നമുക്ക് ചിലതായിട്ട് അഡ്വൈസ് ഒക്കെ തരുന്നത് നമ്മൾ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തവരാണ്. അതാലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ മെയിൻ കാരണം. അപ്പൊ ഇതാണ് മെയിൻ കാരണം, വേറൊന്നല്ല. കോപ്പറേറ്റിന് ഇഷ്യൂ വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ 3 ടൈപ്പായിട്ട് ചെയ്യുന്നത്. പിന്നെ എന്നോട് കുറച്ചധികം പേര് ചോദിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് സജഷൻ ഉണ്ട്, ഇങ്ങനത്തെ വീഡിയോ ചെയ്യൂ, ഫാമിലിയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ എന്റെ ഫാമിലിയിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എനിക്കത് കണ്ടു കഴിയുമ്പോ കുറച്ച് അല്ലെങ്കിൽ എനിക്ക് മാർക്കിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പലരും ഇത് ഇപ്പൊ തുടങ്ങിയിട്ടല്ലോ കേട്ടോ, കഴിഞ്ഞ കൊല്ലം തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറയണ ഒരുപാട് പേരുണ്ട്, ഇങ്ങനത്തെ വീഡിയോ ചെയ്യൂ, സാധാരണ എന്റെ ലൈഫിൽ നടക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ മെയിനായിട്ട് പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ സജഷൻ തരുന്നവരാണ് എൻ്റെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞതും അതേ ടൂൺ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറയും. പക്ഷെ അത് പറ്റാത്തതുകൊണ്ടാണ്, കോപ്പറേറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ആലോചിക്കും, ഈ മറ്റേ കോപ്പറേറ്റിന്റെ ഇഷ്യൂ ഇല്ലാത്ത ടൂൺസ് ഒക്കെ നമുക്കിങ്ങനെ കുറച്ച് കളക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാൻ ഒരു വീഡിയോ ഒന്നിൽ VN ക്യാപ് കട്ടിലാക്കി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എഡിറ്റ്സിലിട്ട് എഡിറ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ എഡിറ്റ്സില്ലേ അത് തന്നെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ഫേസ്ബുക്കിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോപ്പറേറ്റ് ഇഷ്യൂ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഈ ഫേസ്ബുക്കിൽ നിന്ന്. എന്നിട്ട് ഞാൻ രണ്ടാമത് അത് ഫേസ്ബുക്കിൽ കയറിയിട്ട് ഫേസ്ബുക്കിലെ റീൽസിലിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ടൂണിട്ടാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഒരുപാട് ടൈം അതിനോട് ഇരിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ടുള്ള വിഷയം. പിന്നെ യൂട്യൂബിൽ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ മെയിനായിട്ട് വെറുതെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തു. പക്ഷെ യൂട്യൂബിൽ നല്ല വ്യൂസ് ഉണ്ട്, പല വീഡിയോസിനും ഒരു ടൂണോ ഒന്നും ആഡ് ചെയ്യാണ്ട് നല്ല വ്യൂസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണ്ട് 10ാം ക്ലാസ്സും +2 ഒക്കെ സമയത്ത്, 10ാം ക്ലാസ് +2 ഒക്കെ സമയത്തൊക്കെ എനിക്ക് വീഡിയോസ് ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ട്. എൻ്റെ ഉള്ളിൽ പല കഥകളുണ്ട്. അപ്പൊ ചേച്ചിയെടുത്ത് ഞാൻ പറയും ഇങ്ങനെ ചെയ്യണം അതുപോലെയൊക്കെ ചെയ്യണം എന്ന് പറയും. ഞാൻ ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴും പലരും കളിയാക്കലാണ്, ഇതിപ്പോ ഭ്രാന്തണ്ടാന്ന് ചോദിക്കും. കാരണം അന്നത്തെ വീഡിയോ ഒരു ക്യാമറയൊക്കെ കിട്ടാൻ വെച്ചാൽ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ നടക്കണ കാര്യമില്ല, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതൽ അങ്ങനെ ഇങ്ങനെ പറയും. ശരിയാണ്, അന്നത്തെ ഒരു എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെ കുറച്ച് ഇവിടെ DSLR ക്യാമറ ഒക്കെ എടുക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക. പിന്നെ അത് ഫേസ്ബുക്ക് വന്ന സമയത്ത് നമുക്ക് കൂടുതലും ഫോട്ടോനോട് മാത്രമായിട്ട് മാറി. അങ്ങനെ എല്ലാം ഇരിക്കുകയാണ്. ഇപ്പൊ ഈ ടിക്ടോക്കിൽ അതിലൊക്കെ റീൽസ് ചെയ്യണ സമയത്തും ഈ വീഡിയോസ് ചെയ്യണ സമയത്തും നമുക്ക് ജസ്റ്റ് എന്തിലൊക്കെ പാട്ടിന് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ എന്തിലൊക്കെ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ. പക്ഷെ റീൽസ് തുടങ്ങി റീൽസിലോട്ടും ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്താണ് നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതെനിക്ക് അതായത് എന്റെ വീട്ടിലെ അമ്മനെയും വൈഫിനെ വെച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ചെയ്യുന്നതിന്. അമ്മ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് നേരം വീഡിയോ എടുത്തിട്ട് വേണം ഒരു വീഡിയോ തന്നെ കിട്ടാനായിട്ട്. കാരണം അവരുടെ പ്രായം
ഒന്ന് മാനിക്കണമല്ലോ. കാരണം അവർക്ക് എല്ലാവരും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഐശ്വര്യ ആണെന്നുണ്ടെങ്കിലും ഐശ്വര്യക്കും അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഒട്ടും താല്പര്യമില്ലാണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുകാർ വരെ, അവളുടെ വീട്ടുകാർ വരെ ഭയങ്കര രീതിയിൽ അതിശയിച്ചിരിക്കുകയാണ്. പലരും പറയും ഇപ്പൊ സുജൂതിന്റെ അഭിനയത്തിനേക്കാളും ഏറ്റവും ടോപ്പ് അമ്മയും അവളൊക്കെയാണെന്ന് പറയും. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം അമ്മ ഇവരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കിടിപ്പിക്കുമ്പോ ഇവര് താല്പര്യമില്ലാത്തതൊക്കെ ചെയ്യുമ്പോൾ അത്രയും അടിപൊളിയാവണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിനെ ആലോചിക്കും, ഇത് താല്പര്യമുള്ളവരെ വെച്ചിട്ട് കുറച്ച് കണ്ടന്റ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, കുറച്ച് യൂത്തിന്റെ ഇടയിൽ കിടക്കുന്നതും പിന്നെ അല്ലാണ്ട് നമുക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കണ്ടന്റ് ഒക്കെ നമുക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ആലോചിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി കിട്ടല്ലെന്ന് ചോദിക്കും, ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യാൻ ഫ്രീ ഉള്ളവർ ഉണ്ടാകുന്നൊക്കെ ആലോചിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മ അത്ര വലിയ ആളൊന്നുമല്ല. കാരണം നമുക്ക് ജസ്റ്റ് ഫോണിലൂടെ നമ്മ വീട്ടിൽ അമ്മനെ വരെ ചെയ്യുന്നത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടൻ ശ്യാമിനെയും ജിതിനെ കൂട്ടും താല്പര്യമില്ല വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അവൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അവനെയും വിളിച്ചിട്ടു ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തും കുറച്ച് പേര് എനിക്ക് സജഷൻ തന്ന വേറെ ഒന്നല്ല. അതിനകത്തൊരു പാസ്റ്റ് കാണിക്കുമ്പോൾ സെയിം ഡ്രസ്സ് തന്നെയാണ്, അത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു, ഭയങ്കരമായിട്ട് നമുക്ക് കുറെ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നൊക്കെ പറയും. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് അൺപ്ലാൻഡ് ആയിട്ട് പോയിട്ട് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തീം എടുക്കാം, വെറുതെ അൺപ്ലാൻഡ് ആയിട്ട് പോയതാണ്. ഞാൻ ശ്യാമിനോട് ഞാനിപ്പോ ഡ്രസ്സോട് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ അവൻ എടുത്തില്ല. പിന്നെ ഇങ്ങനെ എടുത്ത് അപ്പൊ എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ എൻ്റെ ജിതിന് കൂട്ടുകാരനാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി താല്പര്യം കൂടി. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇനിയിപ്പോ കുറച്ച് ഫ്രണ്ട്സിനിടയിൽ നടക്കുന്ന കുറച്ച് കണ്ടന്റ് ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു എന്തായാലും ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ഒരു തോട്ടൊക്കെ ഉണ്ടാവില്ല, എല്ലാവരുടെ ഉള്ളിലുണ്ടാവും നമുക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാന്നുള്ള സജഷൻസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് കൂടുതൽ പേരും എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഈ വീട്ടിൽ നടക്കുന്ന കുറച്ച് വിഷയൻസ് ഒക്കെയാണ് പറയണത്. അപ്പൊ നമുക്കത് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫാമിലി ഇഷ്യൂ തന്നെ ഇടുമ്പോ എനിക്ക് തന്നെ ഭ്രാന്ത് വരുന്നത് കണ്ടു കഴിഞ്ഞിട്ട്. കണ്ടന്റ് ഇതായിട്ട് സംഭവം ഒരുപാട് വീഡിയോസ് എടുക്കാനുണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ആകെ ഭ്രാന്തായിട്ടാണ് നമ്മൾ കുറച്ചൊക്കെ ഇടയ്ക്ക് മാറ്റി നോക്കുന്നത്. പക്ഷെ എന്നാലും ചിലപ്പോൾ ടൈം കിട്ടാത്തൊരു ഇത് വരും. കാരണം നമ്മൾ വർക്കിന് പോയിട്ട് എനിക്ക് കൂടുതൽ ലോങ് ആയിരിക്കും വർക്ക്. അപ്പൊ ഞാൻ വർക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ നൈറ്റ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നും ഇന്ന് വീഡിയോ നിർത്തില്ല, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പൊ ഇപ്പൊ തട്ടിക്കൂട്ടായിട്ട് മാറും. ആ തട്ടിക്കൂട്ടിടുമ്പോ നമുക്ക് വലിയൊരു നമ്മളെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതിന്റെ പേരിലാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു വന്നത്. ഞാനിപ്പോ ഒരു കണ്ടന്റ് ചേഞ്ച് ചെയ്തായിരുന്നു ആലോചിക്കണം. കാരണം ഇങ്ങനെ ഫ്രണ്ട്സിന്റെയും അതുപോലെ തന്നെ ഒരു ഗ്യാങ്ങിലെ നടക്കുന്ന കുറച്ച് വിഷയങ്ങൾ, അതുപോലെ തന്നെ ഒരു ലവ് സ്റ്റോറി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താലെന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നത് ഫേസ്ബുക്കിലല്ല, ഇൻസ്റ്റാഗ്രാമിലായിരിക്കുള്ളൂ. കാരണം അതിനകത്താണ് നമുക്ക് ഈ കോപ്പറേറ്റിന് ഇഷ്യൂ ഇല്ലാണ്ട് ടൂണൊക്കെ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്നെ ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് എന്നെ ഫോളോ ചെയ്യാത്തവര് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവര് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണോ ഫീൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പൊ ആ ഒരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്ന് എന്നെ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കിങ്ങനെ പറയാനൊക്കെ ഭയങ്കര മടിയുള്ള കൂടുതലാണ്. കാരണം എന്ത് പറയണം, ഞാൻ പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാവോ, എനിക്കാണെങ്കിൽ സംസാരത്തിൽ കുറച്ച് സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ പറയണ കാര്യങ്ങൾ ആർക്കും മനസ്സിലാവാറില്ല എന്ന് എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും മെയിനായിട്ട് പറയാൻ വന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ 3 പ്ലാറ്റ്ഫോമിലും 3 ടൈപ്പ് വീഡിയോ ഇടാൻ മെയിൻ കാരണം ഈ കോപ്പറേറ്റ് ഇഷ്യൂ മാത്രമാണ്. അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വം പാട്ട് കളഞ്ഞിട്ട് വെറുതെ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ചെയ്യണമെന്നല്ല, കോപ്പറേറ്റ് ഇഷ്യൂ മാത്രമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വന്നത്, ലോങ് വീഡിയോ ആയിട്ട്. അപ്പൊ എല്ലാവരും എന്നാ 3 സപ്പോർട്ട് ചെയ്യുന്നവര് തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് കാണാത്ത ആ ഒരു അക്കൗണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ അക്കൗണ്ട് ഒന്നുകൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ബൈ.